ഐ നോബഡി, ബാലൻ ദ ബോയ്, ഗട്ടഗുസ്തി 2, ആൽഫ, ഈവിൽ ഡെഡ്, ബേണ്, മിനിയൻസ് ആൻഡ് മോൺസ്റ്റേഴ്സ്, ചിന്ന ചിന്ന ആസൈ, അനന്തൻ കാട് എന്നീ സിനിമകളിലെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയത്. അതിനും വിഷയം ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ. ആദ്യ കളക്ഷൻ ഐ നോബഡി എന്ന് പറഞ്ഞ പൃഥ്വിരാജ് സിനിമയാണ്. നിസാം ബഷീറാണ് സിനിമ സംവിധാനം ചെയ്തത്. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ 2,20,00,000 കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമയ്ക്ക് ആവറേജ് ഓപ്പണിംഗ് ആണ്. വേൾഡ് വൈഡ് ഒക്കെ ഓൾമോസ്റ്റ് 4 കോടിന് താഴെ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും പടത്തിന് അങ്ങനെ 2,20,00,000 ബോക്സ് ഓഫീസ്. സിനിമയ്ക്ക് വെള്ളിയാഴ്ച ഓൾമോസ്റ്റ് 1 കോടിനടുത്ത് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. 1 കോടിന് താഴെയാണെന്നും അല്ലെങ്കിൽ 87 ലക്ഷമാണെന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട് വെള്ളിയാഴ്ചയിലെ ബോക്സ് ഓഫീസ്. അടുത്തൊരു സിനിമയാണ് ബാലൻ ദ ബോയ്. എന്തായാലും നോബഡി കണ്ടവർ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക. മറ്റൊരു സിനിമയാണ് നമ്മുടെ ചിദംബരം സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നമ്മുടെ ജിത്തു മാധവൻ തിരക്കഥയിൽ വന്ന നമ്മുടെ ബാലൻ ദ ബോയ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കഴിഞ്ഞ ദിവസം 12.50 ലക്ഷമാണ് ബോക്സ് ഓഫീസ്. 21 ദിവസം ആവുകയാണ് നമ്മുടെ ബാലൻ ദ ബോയ് എന്ന സിനിമ കേരളത്തില്. 17,42,00,000 പടത്തിന്റെ നിലവിലെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമയാണ് തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയ നമ്മുടെ വിഷ്ണു വിശാൽ അഭിനയിച്ച നമ്മുടെ ഘട്ടഗുസ്തി എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട്. പടത്തിന്റെ കേരള ബോക്സ് ഓഫീസ് ഇന്നലെ 7 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് 30 കോടിന് മുകളിലാണ് ഗ്രോസ്. ഇതിലും ഘട്ടഗുസ്തി സിനിമയ്ക്ക് അങ്ങനെ 7 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 1,04,00,000 നമ്മുടെ കേരള എന്ന സിനിമയ്ക്ക് ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിക്കും. തമിഴ്നാട്ടിലെ ഈ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് ലിസ്റ്റില് 10ാം സ്ഥാനം സിനിമ നിലവിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റൊരു ബോളിവുഡ് സിനിമയാണ് ആൽഫ എന്ന് പറഞ്ഞ സിനിമ. ബോബി ഡിയോള്, ആലിയ ഭട്ട് എന്നിവരാണ് സിനിമയിൽ പ്രധാന വേഷങ്ങൾ അഭിനയിച്ചത്. പടത്തിന്റെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരാഴ്ചയായിട്ടുണ്ട്. സിനിമ ഓൾമോസ്റ്റ് കേരളത്തിൽ ഇന്നലെ 6 ലക്ഷമാണ് കരസ്ഥമാക്കിയത്. ഒരാഴ്ച അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ നിന്ന് ഇപ്പോൾ 82 ലക്ഷമാണ് പടത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമയാണ് ഇന്നലെ ബോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങിയ നമ്മുടെ ഈവിൽ ഡെഡ് ബേൺ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ബോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങിയ മറ്റൊരു സിനിമയാണ് ഒബ്സഷൻ സിനിമയ്ക്ക് ശേഷം നമ്മുടെ കേരള ബോക്സ് ഓഫീസിലോട്ട് വരുന്ന നമ്മുടെ ഈവിൽ ഡെഡ് ബേൺ. ഓൾമോസ്റ്റ് കേരള എന്ന സിനിമയ്ക്ക് ഇന്നലെ 3.25 ലക്ഷമാണ് ഓപ്പണിംഗ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പെയ്ഡ് പ്രീമിയർ ഷോസും സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശമായിട്ട്. അതുകൊണ്ട് സിനിമയ്ക്ക് നല്ലൊരു പ്രീസെയിൽ കാണുന്നുണ്ട്, അഡ്വാൻസ് ബുക്കിങ്ങും. എന്തായാലും സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ആണ് കേൾക്കാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വയലൻസ് കാണുന്നുണ്ട്. കട്ട്സ് വളരെ കുറവ് തന്നെയാണ് സിനിമയിൽ മെയിനായിട്ട്. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് നല്ല ഹൊറർ ആയിട്ടും വയലൻസ് ആയിട്ടായിരിക്കും ഇപ്രാവശ്യം നമ്മുടെ ഈവിൽ ഡെഡ് ബേൺ വരാൻ പോകുന്നത് ബിഗ് സ്ക്രീനിലോട്ട്. മറ്റൊരു സിനിമയാണ് ചിന്ന ചിന്ന ആസൈ എന്ന് പറയുന്ന നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ സിനിമ. ഇന്നലെ സിനിമയ്ക്ക് 2 ലക്ഷമാണ് കേരളത്തിൽ ഗ്രോസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ചിന്ന ചിന്ന ആസൈ സിനിമയ്ക്ക്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിന്ന ചിന്ന ആസ 21 ദിവസമായിരിക്കുകയാണ്. 2,10,00,000 പടത്തിന്റെ കേരള ഗ്രോസ്. നമ്മുടെ ആശാൻ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻസിന് മറികടന്നിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ സൈറ്റിന്റെ. മറ്റൊരു സിനിമയാണ് നമ്മുടെ ആനിമേറ്റഡ് സീരീസ് ആയ മിനിയൻസ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ഇന്നലെ കേരളത്തിൽ സിനിമയ്ക്ക് 3.7 ലക്ഷമാണ് ഗ്രോസ് കാണാൻ സാധിക്കുന്നത്. ചിത്രം ഇപ്പം നിലവിൽ ഓൾമോസ്റ്റ് ഗ്രോസ് ആയിട്ട് 7 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 22.41 ലക്ഷമാണ്. മറ്റൊരു സിനിമയാണ് ആര്യ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച നമ്മുടെ അനന്തൻ കാട് എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ അനന്തൻ കാട് സിനിമയ്ക്ക് ഇന്നലെ 1.73 ലക്ഷമാണ്. നമ്മുടെ മുരളി ഗോപി, ഇന്ദ്രൻസ് ഒക്കെ അഭിനയിച്ച സിനിമയാണ്. ഇവൻ തിരക്കഥ വരെ മുരളി ഗോപിയാണ്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറിയിലാണ്. പക്ഷെ കേരളത്തിൽ ഇതുവരെയായിട്ട് 15 ദിവസമായിട്ട് 2,55,00,000 ഗ്രോസ്. ഓൾമോസ്റ്റ് പല തിയേറ്ററുകളിലും സിനിമ വാഷ് ഔട്ട് ആയിട്ടുണ്ട്. കേരളത്തിന്റെ പുറത്താണെങ്കിലും നമ്മുടെ കേരളത്തിന്റെ വിദേശത്താണെങ്കിലും ഓൾമോസ്റ്റ് കളക്ഷൻ ഒക്കെ മോശമാണ്. ഓൾമോസ്റ്റ് പടം വാഷ് ഔട്ട് ആയിട്ടുണ്ട് നിലവിൽ. ഫൈനൽ റണ്ണിങ്ങിലോട്ട് പോവുകയാണ് 3ാമത്തെ ആഴ്ച ആകുമ്പോൾ നമ്മുടെ അനന്തൻ കാട് എന്ന് പറഞ്ഞ മലയാള സിനിമ. അല്ലെങ്കിൽ തമിഴ് ഭാഷയിലും സിനിമ റിലീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലും പടം ഓൾമോസ്റ്റ് 1,73,00,000 ഇന്നലെ. ടോട്ടലായിട്ട് 2,55,00,000. വേൾഡ് വൈഡ് ഒക്കെ സിനിമയ്ക്ക് ഡിസാസ്റ്ററായ ബോക്സ് ഓഫീസ് റിപ്പോർട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ.